പരിശുദ്ധ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട അവസാന പത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ അനുഗ്രഹങ്ങളുടെ രാത്രി, ഒരു രാത്രി കൊണ്ട് നിസ്തുലമായ നേട്ടങ്ങൾ നമ്മുടെ ആയുസ്സിൽ നേടിയെടുക്കാൻ കഴിയുന്ന ലൈലത്തുൽ ഖദറിന്റെ മനോഹരമായ രാത്രികൾ ഈ അവസാനത്തെ പത്തിലാണുള്ളത്. രണ്ടാമത്തേത് നരകമോചനത്തിന്റെ ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുടെ സങ്കേതമായ നരകം ഒരു പരിമിതമായ സമയം കൊണ്ട് നമുക്ക് നരകത്തെക്കുറിച്ച് സുദീർഘമായി സംസാരിക്കുവാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെയും സ്വർഗത്തെയും പുനർജീവിതത്തെയും ഒക്കെ പറഞ്ഞപ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന തെളിവുകൾ പറഞ്ഞുകൊണ്ടും സമർത്ഥിച്ചുകൊണ്ടും നിരത്തിക്കൊണ്ടുമാണ് അതിനെയെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പള്ളിയിൽ സൂറത്ത് യാസീൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ആ ക്ലാസുകളിൽ അത്തരം ചർച്ചകൾ വിശാലമായി തന്നെ വരുന്നുണ്ട്. മനുഷ്യന്റെ കൺമുന്നിൽ കുരുക്കുന്ന ഓരോ കതിരുകളും, മാറി മാറി വരുന്ന രാവുകളും പകലുകളും, അതുപോലെ മനുഷ്യന്റെ മുന്നിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധിയെ പിടിച്ചു നിർത്തി ആലോചനകൾക്ക് വഴിമരുന്നിട്ടതിനു ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, പുനരുദ്ധാനത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നത്, നരകമുണ്ട് എന്ന് സമർത്ഥിക്കുന്നത്, സ്വർഗമുണ്ട് എന്ന് സ്ഥാപിക്കുന്നത്, മരണത്തിനു ശേഷം ജീവിതമുണ്ട് എന്ന് പറയുന്നത്. വെറും വർത്തമാനം പറയുകയല്ല, ആ വർത്തമാനങ്ങളെല്ലാം ചിന്തിക്കുന്ന മനുഷ്യന്റെ കൽബുകളെ കുലുക്കിക്കളയുന്ന വർത്തമാനമാണ്. അല്ലാഹുവിന്റെ അദാബുകളുടെ കേന്ദ്രമാണ്. ദുനിയാവിൽ അവനെ ധിക്കരിച്ചു നടന്ന ആളുകൾക്ക്, അല്ലാഹുവിനെ കൈവിട്ടു നടന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന പരീക്ഷണങ്ങളുടെ, അല്ലാഹു നൽകുന്ന ശിക്ഷയുടെ ലോകമാണ് നരകം. അല്ലാഹു നമ്മെ അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ അതിനെ ആലോചിച്ച് കരയാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ വിങ്ങി 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 അല്ലാഹുവിനോട് നരകത്തെ തൊട്ടവർ കാവൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി ആഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. മുൻഗാമികളുടെ വർത്തമാനമല്ലയോ അല്ലാഹുവിനോട് ഫിർദൗസിന്റെ അഹ്ലുകാരനാകാൻ, സ്വർഗത്തിന്റെ അഹ്ലുകാരനാകാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല. ഫിർദൗസിന്റെ അഹ്ലുകാരനാകാൻ പറ്റിയ ഗുണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എന്നാലോ നരകത്തെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയുമില്ല. നരകം അദാബിന്റെ ഇടമാണ്. അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ വെള്ളവും അവിടുത്തെ നിലപാടും അവിടുത്തെ ശിക്ഷയും പറഞ്ഞാൽ തീരുന്നതല്ല. തൽഫഹു വജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ഭയാനകത പറഞ്ഞതെത്രയാണ്. തൽഫഹു വജൂഹഹുമുൻ നാർ. നരകത്തിലേക്ക് വീണ മനുഷ്യരില്ലേ, ആ മനുഷ്യരുടെ മുഖത്ത് മാംസങ്ങൾ ഉണ്ടാവുകയില്ല. അവരുടെ മുഖം നരകം കരിച്ചു കളയുന്നതാണ്. പിന്നെ അവരെ കണ്ടാലോ വഹും ഫീഹാ കാലിഹൂൻ. പല്ലിളിച്ചവരെ പോലെ മുഖത്തെ മാംസങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് പല്ലിളിച്ചിരിക്കുന്നവരെ പോലെയാണ് നരകവാസികളെന്ന് വഹും ഫീഹാ കാലിഹൂൻ. പരിശുദ്ധ ഖുർആൻ. നരകവാസികളുടെ മുഖത്ത് മാംസങ്ങൾ ഉണ്ടാവുകയില്ല. അവരുടെ മുഖത്തുള്ള മാംസങ്ങൾ ചൂടുകൊണ്ടുരുകിപ്പോയത്, അല്ലാഹു തആല കരിച്ചു കളഞ്ഞത്. അവസാനം അവരുടെ കോലം എങ്ങനെയാണ്? മുഖത്തെ മാംസങ്ങളൊന്നുമില്ലാത്ത. പലപ്പോഴും നമ്മൾ സ്കെൽറ്റനുകൾ കണ്ടിട്ടില്ലേ? പലപ്പോഴും നമ്മൾ അസ്ഥികൂടങ്ങൾ കണ്ടിട്ടില്ലേ? പല്ലിളിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നരകവാസികളെന്ന് ഖുർആൻ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار
وأدخلني الجنة يا رب العالمين اللهم اعتقني من النار جنة يا رب العالمين നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്തു വേണം? നിരന്തരം അല്ലാഹുവിനോട് ദുആരക്കണം. വഖിനാ അദാബന്നാർ മുഅ്മിനീങ്ങളുടെ ദുആയാണ് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാവിലെ ദുആരക്കുകയാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ. ഈ മഹാപ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനെ, ഇതൊന്നും വെറുതെ പടച്ചതല്ല. ശേഷം പറഞ്ഞത് വഖിനാ അദാബന്നാർ. നരകം ഒരു നാവിനും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ശിക്ഷയുടെ ലോകം, ഒരു കണ്ണിനും കണ്ടാൽ താങ്ങാൻ കഴിയാത്ത ശിക്ഷയുടെ ലോകം, ഒരു കാതിനും കേട്ടു തീർക്കാൻ പറ്റാത്ത ശിക്ഷയുടെ ലോകം, പറഞ്ഞാലോ കേട്ടാലോ അറിഞ്ഞാലോ തീരാത്ത ലോകം. അതുകൊണ്ടല്ലേ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും ഭയാനകമായ കാഴ്ച അത് നരകമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു നേതാവ്? വീട് വളഞ്ഞു കൊല്ലാൻ ആള് നിന്നത് കണ്ട നേതാവ്, കൊച്ചാപ്പയുടെ കരള് കുത്തിപ്പിളർന്നു കിടക്കുന്ന കാഴ്ച കണ്ട നേതാവ്, അവിടുത്തെ അനുയായികൾ ഷഹീദായി കിടക്കുന്നത് കണ്ട നേതാവ്, രക്തസാക്ഷിത്വത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ കണ്ട നേതാവ്, വേദനകൾ കണ്ട നേതാവ്, പ്രയാസങ്ങൾ കണ്ട നേതാവ്, മരുമണലിന്റെ എല്ലാ വന്യതകളും അനുഭവിച്ച നേതാവ് പറയുന്നു, സ്വഹാബാ, സ്വഹാബാ, നരകം കണ്ടതുപോലൊരു കാഴ്ച എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നരകം കണ്ടതുപോലെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കണ്ടിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാവൂദ് നബി അലൈഹിസ്സലാം, പ്രവാചകന്മാരുടെ ചരിത്രം തന്നെ എത്രയാണ്. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം അവിടുന്ന് കരയുകയാണ്. പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോ അനുയായികൾ ചോദിക്കുകയാണ്, ഓ പ്രവാചകരെ, അങ്ങ് കരയുന്നതെന്തിനാണ്? ദൂരെ ദൂരെയുള്ള സൂര്യന്റെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത എനിക്ക് നരകത്തിലേക്ക് എന്റെ ശരീരം വലിച്ചെറിഞ്ഞാൽ, ഈ സൂര്യനെ സൃഷ്ടിച്ച റബ്ബ് സംവിധാനിച്ച ശിക്ഷയിലേക്ക് എന്നെ വലിച്ചിട്ടാൽ എനിക്കത് താങ്ങാനാകുമോ? എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇടിനാദത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭയം തോന്നുന്ന എനിക്ക് നരകത്തിന്റെ ഇടിപ്പടക്കങ്ങളെ താങ്ങാൻ കഴിയുമോ? തേങ്ങിക്കരയുകയാണ് സയ്യിദുനാ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം നരകം പറഞ്ഞു ബോധരഹിതനായി വീണുപോയി. രാത്രിയിൽ ഉറക്കം വരാത്ത ഇമാമിങ്ങൾ എത്രയാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മഹാന്മാരെഴുതുകയാണ്. പാതിരാവിൽ കിടന്നിട്ടുറങ്ങാതെ സങ്കടപ്പെടുന്നത് കണ്ടപ്പോ ചോദിച്ചു അത്രേ, നിങ്ങൾ എന്തേ ഉറങ്ങുന്നില്ല? ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു, നരകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ കണ്ണടയ്ക്കാനാകുന്നില്ല. ശദ്ദാദ് ഇബ്നു ഔസ് തങ്ങളുടെ ചരിത്രം അങ്ങനെയാണ്. രാത്രി ഉറക്കം വരാതെ കിടന്നപ്പോ ഭാര്യ ചോദിച്ചു, എന്തേ ഉറങ്ങുന്നില്ല? റമളാനിന്റെ രാത്രിയാണ് മോളെ, സ്വർഗം തുറന്നിട്ടിട്ട് എന്റെ റബ്ബെന്നെ വിളിക്കുമ്പോൾ ഞാനെങ്ങനെ ഉറങ്ങാനാണ്? അത് ചോദിക്കാതെ ഞാനെങ്ങനെ കിടക്കാനാണ്? കിടക്കുന്ന നേരത്തെല്ലാം എനിക്ക് നരകത്തെ ഓർമ്മ വരികയാണ്. ബഹുമാനപ്പെട്ട ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു
അപ്പോൾ നരകമെന്നത് ഭയാനകമാണ്. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് പരിശുദ്ധ റമളാൻ. ആ റമളാൻ കൊണ്ട് അല്ലാഹു നമ്മളെ തഖ്വയുള്ളവരാക്കി മാറ്റും. ആ തഖ്വ എന്തിനാണ്? അല്ലാഹുവിനെ പേടിച്ചാൽ അതേ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നരകം പിടികൂടാത്തതാരെയാണ്? അത് സൂക്ഷ്മത പാലിച്ചവരെയാണെന്ന് ഖുർആൻ. സൂക്ഷ്മത പാലിച്ച ആളുകളെ അല്ലാഹു വിട്ടുകളയുകയാണ്. അവരെ മുട്ടുകുത്തി അക്രമികളെ കൊണ്ടുവരുന്നത് പോലെ നാളെ മഹ്ശറയിൽ കൊണ്ടുവരില്ല. അദാബിന്റെ ലോകമായ നരകം അവര് കാണുകയില്ലെന്ന് ഖുർആൻ. രണ്ടാമതോ, ഒന്നാമത് തഖ്വയുള്ളവരാകണമെന്നാണ്. രണ്ടാമത് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാകണം. അല്ലാഹുവിന്റെ സ്നേഹം ഒരാൾക്ക് കിട്ടിയാൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് കാണാം. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടയാളെ നരകത്തിലെറിയുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദ്വാരക്കണം, റബ്ബേ നീ ഇഷ്ടപ്പെട്ട ആളായി എന്നെ മാറ്റിത്തരണം. ദുനിയാവിൽ ആരിഷ്ടപ്പെട്ടാലും അതിന് പരിധിയുണ്ട്. ആര് നമ്മെ ഇഷ്ടപ്പെട്ടാലും അതിന് പരിധിയുണ്ട്. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെട്ടാലോ നരകത്തിലെറിയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നത് പോലെയല്ല. അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ സുന്നത്തുകളെ നാം മുറുകെ പിടിക്കണം. അവിടുത്തെ ചര്യകളെ പിൻപറ്റണം. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന തവക്കുലുള്ള മനുഷ്യരാകണം. അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവരാകണം, നന്മ ചെയ്യുന്നവരാകണം, തൗബ ചെയ്യുന്നവരാകണം, പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്നവരാകണം. അല്ലാഹു റബ്ബുൽ ആലമീന് പ്രിയപ്പെട്ടവരാകാൻ എപ്പോഴും ദുആരക്കണം. മൂന്നാമത്തത്, നോമ്പെടുക്കുന്നത് കൊണ്ടവൻ നരകത്തിൽ നിന്ന് തടയപ്പെടുമെന്നാണ്. അതുപോലെ സ്വതക്ക ചെയ്യുന്നയാൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക എന്നുള്ളത് ചെറിയ കാര്യമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കച്ചവടമാണ് സ്വതക്ക എന്ന് പരിശുദ്ധമായ ഖുർആൻ. മിനിങ്ങാന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അതിന്റെ വിശദീകരണങ്ങൾ കുറെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സ്വതക്ക ചെയ്തോ. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഉദ്ധരണി കാണാം. ഒരു മനുഷ്യൻ ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും നരകത്തെ തടയണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പറ്റിയില്ലേ, നല്ല സംസാരം കൊണ്ട് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നിന്റെ കൈ കൊടുക്കാൻ ഒരു കാരക്കയുടെ തുണ്ടുപോലുമില്ല, കാരക്കയുടെ ഒരു കഷ്ണം പോലുമില്ല കൊടുക്കാൻ, സ്വതക്ക ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ സംസാരം നല്ലതാക്കണം. സ്വർഗത്തിൽ പോകുന്നയാൾ നരകം തടയുന്ന ആളിന്റെ സംസാരം അത് നല്ല സംസാരമാണ്. അതുകൊണ്ട് കലിമത്തുൻ ത്വയ്യിബ, കലിമത്തു ത്വയ്യിബയായിരിക്കണം. വർത്തമാനം നന്നായിരിക്കണം. വർത്തമാനം നന്നായാൽ അവൻ സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. നമുക്കൊക്കെ വളരെ എളുപ്പം കഴിയുന്ന കാര്യമാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതിക്കോ. നാളെ നരകത്തിന്റെ മുന്നിൽ വന്നു നിന്ന് അത് പാരായണം ചെയ്യുന്നവന് ശുപാർശ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഏതുവരെ?
നരകവാതിലിൽ വന്നു നിന്നതിന്റെ സ്വാഹിബിനെ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. സൂറത്തുൽ മുൽക്ക് നരകവാതിലിൽ വന്ന് അതിന്റെ സ്വാഹിബിന് വേണ്ടി ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? അവൻ സ്വർഗത്തിലെത്തുന്നത് വരെ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്ത് നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ മുൽക്കൊക്കെ ഓതാൻ എത്ര സമയം വേണം? ഒരു 3-4 മിനിറ്റ് മാത്രം മതി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ കൂടെ നരകത്തിലാണോ, നരകവാതിലിൽ വന്നു നിന്ന് അവനെക്കുറിച്ച് നരകത്തോട് തർക്കിച്ച് അവനെ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. ഷാഫിഈ ശുപാർശ ചെയ്ത് വലിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നരകം കാണാത്തതാരാണ്? നരകം കാണാത്ത കണ്ണുകളുണ്ട്. അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണുകൾ നരകം കാണുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ലാ യലിജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്. നരകമോചനം ആഗ്രഹിക്കുന്നോ? ഒരല്പനേരം ഒന്നിരിക്കൂ, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് കരയൂ. ഹബീബായ നബി തങ്ങളെ വർത്തമാനമാണ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഒരാൾ നരകത്തെ ആലോചിച്ച് കരഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ പുറത്തേക്ക് വന്നു. നരകമാകുന്ന ശിക്ഷയുടെ സങ്കേതത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞ മനുഷ്യൻ അവൻ നരകത്തിലെത്തുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കത്തു മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞുപോയ മനുഷ്യന്റെ കണ്ണുനീർ തുള്ളികൾക്ക് ഉപമ പറഞ്ഞതെങ്ങനെയാണെന്നറിയുമോ? അകിടിലേക്ക് കറന്നെടുത്ത പാല് തിരിച്ചു കയറാത്തതുപോലെ, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു കയറാത്തതുപോലെ അവൻ നരകത്തിലേക്ക് പോവുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം കാണാതിരിക്കണോ? നല്ലതുപോലെ ഒന്ന് കരയൂ. കൽബറിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞോ. അല്ലാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعتقني من النار. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ് കാണാം. ഒരു മനുഷ്യൻ അവന്റെ സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ചു. തന്റെ സഹോദരന്റെ അഭിമാനത്തെ ഒരാൾ സംരക്ഷിച്ചാൽ ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഒരാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചു. ഒരു മനുഷ്യന്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിച്ചു ചീന്താൻ പാടില്ല. ഒരാളിന്റെ അഭിമാനത്തെ ഒരാൾ സംരക്ഷിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം അവന്റെ മുഖം നരകത്തിൽ നിന്ന് അല്ലാഹു തടയുമെന്ന്, അതായത് അവനെ നരകത്തിൽ നിന്ന് തടയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് നബിയെ നരകത്തിൽ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് നരക നിഷിദ്ധമാകുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ? ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഞാൻ നിങ്ങൾക്ക് നരകം നിഷിദ്ധമാകുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ? ആളുകൾ പറഞ്ഞു, പറയൂ നബിയെ. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജനങ്ങളോട് വളരെ മൃദുലമായി പെരുമാറുക. നിന്റെ ഭാര്യമാരോട്, മക്കളോട്, കുടുംബത്തോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട്, നിങ്ങളുടെ ബന്ധുമിത്രാദികളോട്, നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് വളരെ മൃദുവായ മെൽറ്റായ സ്വഭാവം നിങ്ങൾക്കുണ്ടായാൽ നരകത്തിലേക്ക് പോവുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും
അലിവോടെയും പെരുമാറുന്ന ഒരു ശൈലി നമുക്കുണ്ടായാൽ അത് കാരണം നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എണ്ണി 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 പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് ഖുർആൻ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ പറയാം. എല്ലാവർക്കും നമുക്ക് പകർത്താൻ പറ്റിയ ഒരു വലിയ പാഠമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എപ്പോഴും നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുമല്ലോ. ഒരു മനുഷ്യൻ 3 തവണ സ്വർഗം ചോദിച്ചാൽ, ഒരു മനുഷ്യൻ 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അവന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ, നീ അവനെ എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗം അവന് വേണ്ടി ദ്വാരക്കും. 3 തവണ സ്വർഗത്തെ തൊട്ടവൻ ചോദിച്ചാൽ സ്വർഗം അവന് വേണ്ടി ദ്വാരക്കും. പടച്ചവനെ, ഇവനെ എന്നിലേക്ക് നീ പ്രവേശിപ്പിക്കണമേ. അതുപോലെ 3 തവണ ഒരാൾ നരകത്തെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചാലോ നരകം അവനെതിരെ ദ്വാരക്കും. അല്ലാ, ഇവനെ എന്നിലേക്ക് പ്രവേശിപ്പിക്കല്ലേ അല്ലാ. നരകം അവനെതിരെ ദ്വാരക്കുമെന്നാണ്. 3 തവണ അവൻ ചോദിക്കുകയാണ്, പടച്ചവനെ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുകയാണ്, ഒരാൾ അങ്ങനെ ചോദിച്ചാൽ 3 തവണ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ 4ാമത് നരകം അവനെതിരെ ദ്വാരക്കും, ഇവനെ എന്നിലേക്ക് കൊണ്ടുവരല്ലേ റബ്ബേ. 3 തവണ സ്വർഗത്തിൽ ചോദിച്ചാൽ, അതുകൊണ്ടാണ് നമ്മൾ റമളാനിൽ അധികരിപ്പിച്ചത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. സ്വർഗം തരണേ എന്ന് റബ്ബിനോട് ചോദിച്ചു, നരകത്തിൽ നിന്ന് കാവലും ചോദിച്ചു. അപ്പോ ധാരാളമായി അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. മഗ്രിബിനും സുബഹിക്കും നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്ർ നമ്മൾ 7 തവണ ചൊല്ലാറുണ്ടല്ലോ. ആ ദിക്ർ പതിവാക്കണം. നരകത്തെ കാണുകയില്ലെന്നാണ് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തെക്കുറിച്ച് ആലോചിക്കുകയും കരയുകയും ദുആ ചെയ്യുകയും ഒക്കെ വേണം. അതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരാണ്, ളുഹറിന് മുമ്പ് ഒരാൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ളുഹറിന് മുമ്പ് ഒരാൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ളുഹറിന് ശേഷം ഒരാൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. മുമ്പ് 4 നിസ്കരിച്ചു, ശേഷവും ഒരാൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവൻ നരകം തൊടുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ നരകം തൊടുകയില്ല, അവൻ നരകത്തിലെത്തുകയില്ല, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല, അവൻ നരകത്തിലേക്ക് പോവുകയില്ല. നമ്മളൊക്കെ പരിശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ബാങ്ക് കേട്ട ഉടനെ വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നെങ്കിൽ ഒരു 2 റക്അത്ത് അവിടുന്ന് തന്നെ നിസ്കരിക്കാം. പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ നമുക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ വന്നു ചേർന്നതിന് ശേഷം നിസ്കരിക്കാം. ശേഷം ഒരു 4 റക്അത്ത്, എന്തായാലും അധികം ആളുകളും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്. ഒരു 2 റക്അത്ത് കൂടി കൂട്ടിച്ചേർത്താൽ അവൻ നരകത്തെ സ്പർശിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെക്കുറിച്ച് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന ധാരാളം വഴികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നരകത്തിൽ നിന്ന് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരങ്ങളും നിങ്ങളുടെ കുടുംബവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അവരെ അതിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെയൊക്കെ, നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമാരെയൊക്കെയും നരകത്തെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നരകം ഹാദിഹി ജഹന്നമുല്ലത്തി എന്ന ഭാഗം വരുന്നുണ്ട് സൂറത്ത് യാസീനിൽ. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഖുർആൻ ക്ലാസ്സിൽ വിശാലമായി പറയാം. നമ്മുടെ സമയം വളരെ ചുരുങ്ങിയതാണ്, കുട്ടികൾക്ക് പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, ബറക്കത്തുകൾ നൽകുമാറാകട്ടെ.